ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൈവശമുള്ള ഗോൾഡ് റിസർവിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിൽ ഒഫീഷ്യലി പ്രധാനപ്പെട്ട ഫൗണ്ടിങ് മെമ്പേഴ്സായിട്ടുള്ള 5 രാജ്യങ്ങളാണുള്ളത്: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളുടെ കൈകളിലുള്ള ഗോൾഡ് റിസർവാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പ് ബ്രിക്സ് കൺട്രീസ് വിത്ത് ദി ഹയസ്റ്റ് ഗോൾഡ് റിസർവ് 2025. അതിന് മുമ്പ് നമ്മൾ ബ്രിക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പറഞ്ഞ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ബ്രസീല്, റഷ്യ, ഇന്ത്യ 3, ചൈന. ഇവിടെ ഇന്ത്യ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തെറ്റാണ്. അപ്പോൾ ഈ 5 രാജ്യങ്ങളാണ് ബ്രിക്സ് ഫോം ചെയ്തത്. ഇപ്പോൾ ഏകദേശം ബാക്കി ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ, സൗദി. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്, UAE, സൗദി, ഈ 3 രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും ബ്രിക്സിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. 2025 ജൂലൈ സൗദിയുടെ മെമ്പർഷിപ്പ് കംപ്ലീഷൻ ആയിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ UAE ഇതിനകത്ത് മെമ്പർ ആയിട്ടുണ്ട്. ബ്രിക്സ് ഏകദേശം അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഇപ്പോഴും ലോകത്ത് ശ്രദ്ധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമുക്കതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്വാധീനം ലോകത്ത് എത്രത്തോളം ഉണ്ട്. പ്രധാനപ്പെട്ട സമ്പദ് സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, റഷ്യ, പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട വലിയ രാജ്യമായിട്ടുള്ള ബ്രസീൽ, അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ സൗത്ത് ആഫ്രിക്ക. ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണല്ലോ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും പിന്നെ പ്രധാനപ്പെട്ട സൗദി, UAE, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രിക്സിന് എത്രത്തോളം ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ലോകവുമായി നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംവിധാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനം ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ കൃത്യമായി പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിട്ടില്ല. എന്നാലും ലോകത്തിൻ്റെ 40% പോപ്പുലേഷൻ ബ്രിക്സ് മെമ്പർ കൺട്രീസിനുണ്ട്. ഗ്ലോബൽ GDP-യുടെ 37.3%. 24-ലും 25-ലും ഒക്കെ ആയിട്ട് തന്നെ ബ്രിക്സിലെ പുതിയ മെമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ രാജ്യങ്ങളെ മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യ ഉൾപ്പെടെ. അങ്ങനെ ഈ ബ്രിക്സിലെ ഉള്ള രാജ്യങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അത് തീർച്ചയായിട്ടും ബ്രിക്സിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പിന്നെ IMF, വേൾഡ് ബാങ്ക് ഇതുപോലുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ഒക്കെ എന്താണ് പറയുന്നത്, ഒരു കൺട്രോളിലും ഡോമിനൻസിലും ഒക്കെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ, സാങ്ഷൻസ്, സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ, അതുപോലെ തന്നെ ടാരിഫ്, ചുങ്കങ്ങൾ, ഇതൊക്കെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ വളരെ ശക്തമായിട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യുകയും നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഈ പറഞ്ഞ 2 രാജ്യങ്ങൾ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ഒരു സമയത്ത് നമുക്ക്, അതായത് 2025 ഓഗസ്റ്റോടു കൂടി 32 രാജ്യങ്ങളോളം ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 23 രാജ്യങ്ങൾ അവരുടെ ഫോർമലായിട്ടുള്ള ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ബ്രിക്സിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കൈവശമുള്ള ഗോൾഡ് റിസർവ് 2025 വരെയുള്ള ഗോൾഡ് റിസർവിനെ കുറിച്ചാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഏകദേശം 6000 ടൺ 2025 ഈ പറഞ്ഞ ഒരു സമയം എന്ന് പറയുമ്പോൾ സെപ്റ്റംബറോടുകൂടി 2025 സെപ്റ്റംബർ 6000 ടണ്ണിലധികം ഗോൾഡിൻ്റെ റിസർവ് ഈ പറഞ്ഞ 5 രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളിൽ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് ഗ്ലോബൽ സെൻട്രൽ ബാങ്കിൻ്റെ, എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളുടെയും കയ്യിലുള്ള ഗോൾഡ് റിസർവിൻ്റെ ഏകദേശം 20-21% വരുന്നത് 6000 എന്ന് പറയുന്നത്. റഷ്യയാണ് ഇതിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം.
ഈ പറഞ്ഞ ബ്രിക്സ് നേഷൻസിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് റഷ്യയാണ്. അതായത് 2335.85 ടൺ ഗോൾഡ് റിസർവ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്, 2298. ഏകദേശം റഷ്യയെക്കാളിലും അല്പം കൂടെ കുറവാണ്. ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത്, 879.98 ടൺ. അതായത് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ കൈവശം 879.98, അതായത് ഏകദേശം 880 ടണ്ണോളം ഗോൾഡ് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇത് ഇന്ത്യയുടെ കൈവശം ഒഫീഷ്യലായിട്ടുള്ള റിസർവ് മാത്രമാണ്. നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്, അതായത് നമ്മുടെ ഈ വീടുകളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു ടെമ്പിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഗോൾഡുകൾ, ഹൗസ് ഹോൾഡ് ഗോൾഡ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് അല്ല, ഹൗസ് ഹോൾഡ് ഗോൾഡ് എടുത്ത് നോക്കുമ്പോൾ 20,000 ടണ്ണ് മേളിൽ ഇന്ത്യയിലുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ കൈവശമുള്ള, ജനങ്ങളുടെ കൈവശമുള്ള ഗോൾഡിൻ്റെ അളവാണ് പറയുന്നത്. ഇത് സെൻട്രൽ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ കൈവശം മാത്രമുള്ളതാണ്. അതുപോലെ റഷ്യയുടെ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ ഉള്ള റിസർവാണ്, ചൈനയുടെ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലുള്ള റിസർവാണ് ഈ പറഞ്ഞ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗത്ത് ആഫ്രിക്ക, ബ്രസീലാണ് പിന്നീട് 129.65 സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ 125.47 ടണ്ണും ഉണ്ട്. അപ്പം ഇത് അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇത്രയും പിന്നെ അഗ്രസീവായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് റഷ്യയും ചൈനയൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു. ഇന്ത്യ ഒട്ടും പുറകിലൊന്നുമല്ല, വളരെ എന്താണ് പറയുന്നത്, വർദ്ധിച്ച തോതിൽ ഗോൾഡ് റിസർവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക പ്രഷേഴ്സ്, കമ്പൽഷൻസ് ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട്, സാങ്ഷൻസിൻ്റെ ഭീഷണി, അതുപോലെ തന്നെ ഈ ഡോളർ ഉപയോഗിച്ച് അമേരിക്ക ഈ രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ആഗോളപരമായിട്ട് നമ്മുടെ സെക്യൂരിറ്റി, നമുക്കൊരു സെക്യൂരിറ്റി, സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ റഷ്യയും ചൈനയാണ് ഈ ബ്ലോക്കിൽ, ബ്രിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റഷ്യയാണ് ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത്, അത് കഴിഞ്ഞ് ചൈനയാണ്. ഈ ബ്രിക്സിലെ 74% റിസർവ് ഈ രണ്ട് രാജ്യങ്ങളുടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതനുസരിച്ച് 2335.85 ടണ്ണ് റഷ്യയും 2298.53 ടണ്ണ് ചൈനയും. ഏകദേശം 2-4, 3-5, ഏകദേശം 4500-600 ടണ്ണോളം ഈ ബ്രിക്സ് ബ്ലോക്കിലെയാണ് പറയുന്നത്. ബ്രിക്സിലെയാണ്, ലോകത്തിലല്ല. ബ്രിക്സിലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 4500 അല്ലെങ്കിൽ 4600 ടണ്ണോളം ഈ രണ്ട് രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ 5 രാജ്യങ്ങളുടെ ഗോൾഡ് റിസർവ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 74%-ആണ് റഷ്യയും ചൈനയും കൺട്രോൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മൊത്തം റിസർവിൻ്റെ 74%-ഓളം ഈ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണല്ലോ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികപരമായിട്ടും റഷ്യ മിലിറ്ററിലിയും. ചൈന മിലിറ്ററി ഭീഷണി നേരിടുന്നില്ല, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ കൂടുതൽ ശക്തമായിട്ടുള്ള, എന്താണ് പറയുന്നത്, അലയൻസ് ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ബ്രിക്സിൻ്റെ ആ ഒരു ബ്ലോക്കിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ആഭിമുഖ്യമുള്ള സൗദി, UAE പോലുള്ള രാജ്യങ്ങളെ പോലെ ഉള്ള രാജ്യങ്ങളെ ഇതിനകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ തന്നെ ആവശ്യമാണ് തീർച്ചയായിട്ടും. അപ്പം അത് തീർച്ചയായിട്ടും ആ ഒരു ആവശ്യത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ, അതുപോലെ തന്നെ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തികപരമായിട്ടും പ്രതിരോധപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം ഇത് ഇവർ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത് ആകസ്മികമായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ
നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ യാതൊരു രീതിയിലുള്ള അനുഭാവവും കാണിക്കാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിരോധപരമായിട്ടുള്ള നയങ്ങൾ അവർ കൈക്കൊള്ളുന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇക്കണോമിക് സാങ്ഷൻസ്, ടാരിഫ് വാർ, ഇല്ലേ, ചുങ്ക വ്യാപാര യുദ്ധം, അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധം, ഇതൊക്കെ തന്നെ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന, എന്നുവെച്ചാൽ ഈ ഡെവലപ്ഡ് അല്ലാത്ത, വികസിതമല്ലാത്ത രാജ്യങ്ങളാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗ്ലോബൽ നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമ്പന്ന രാജ്യങ്ങളാണ് ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞത്. അപ്പം ദശാബ്ദങ്ങളായിട്ട് ഗ്ലോബൽ നോർത്തിൽ നിന്ന് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈവൻ റഷ്യ ഒക്കെ ഉള്ള രാജ്യങ്ങളെല്ലാം തന്നെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും അല്ലെങ്കിൽ സാഹചര്യമൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് ഏകദേശം വേൾഡ് വാർ 2 കഴിഞ്ഞ് UN ഉണ്ടാക്കിയ കാലഘട്ടം മുതലേ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യക്കെതിരെയും ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുക, സാമ്പത്തിക ഇക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാക്കി എടുക്കുക, ഡോളർ വെച്ച് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങളിലെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഗോൾഡ് ഇത്രയും നമ്മൾ അഗ്രസീവായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ മെൻഷൻ ചെയ്ത 4-5 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്, അവരുടെ റിസർവിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2008 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിക്സിൽ ഈ പറഞ്ഞ അവരുടെ ഗോൾഡിൻ്റെ, സെൻട്രൽ ബാങ്കിൻ്റെ കൈവശമുള്ള ഗോൾഡ് റിസർവിൻ്റെ ഷെയർ 5% നിന്ന് 22%ത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 13 വർഷത്തെ കാലയളവിൽ 5%, 2008 5%ആയിരുന്നെങ്കിൽ 2021 ആയപ്പോഴത്തേക്ക് 22%-ഓളം അത് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ 22%-ത്തിനേക്കാളും മുകളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു പെർസെൻറ്റേജ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അഗ്രസീവായിട്ടുള്ള ബൈയിങ് സ്ട്രാറ്റജിയാണ്. ഈ ബൈയിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗോൾഡ് എന്തുകൊണ്ട് ഇത്രയും അവർ വളരെ ശുഷ്കാന്തിയോട് ഈ രാജ്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള ഭീഷണി, അതുപോലെ തന്നെ വെസ്റ്റേൺ കറൻസീസ്, പ്രത്യേകിച്ച് ഡോളർ, യൂറോ ഇതുപോലുള്ള കറൻസീസിനെ നമ്മൾ ആശ്രയിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഭാവിയിൽ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അസറ്റ് ആണല്ലോ ഗോൾഡ്. ഹാർഡായിട്ടുള്ളൊരു അസറ്റാണല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ബദലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ബ്രിക്സിന് നാളെ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗോൾഡിൻ്റെ റിസർവിൻ്റെ ബേസിൽ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ ഗോൾഡ് റിസർവ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ മുകളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വൻതോതിലുള്ള സാങ്ഷൻസ്, ഉപരോധം ഉണ്ടെങ്കിൽ തന്നെയും റഷ്യക്ക് ഇത്രയും ഗോൾഡ് വാങ്ങിച്ച് കൂട്ടുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് കാരണം അവർക്ക് ഇൻ്റർനാഷണലി അവർക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അവർക്ക് സാങ്ഷൻ ഉള്ളതുകൊണ്ട് റഷ്യക്ക് ഇൻ്റർനാഷണൽ ട്രേഡ്, കാരണം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഉപരോധം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യക്ക് ഫ്രീ ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ട്രേഡ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് എന്തുവരും ഒരു രാജ്യമെന്ന രീതിയിൽ അവർക്ക് അവരുടെ വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ട് പോയേ വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ റഷ്യൻ റൂബിളിലൊക്കെ ഉണ്ടാകുന്ന വൻതോതിലുള്ള മാറ്റത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ബഫറായിട്ടൊക്കെ തന്നെയാണ് അവർ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ കൂട്ട് തന്നെ ചൈനയും ഈ പറഞ്ഞ ഇതേ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരുടെ കറൻസിയുള്ള യുവാൻ ഈ പറഞ്ഞ ഇപ്പോൾ ചൈനയുടെ മുകളിൽ റഷ്യ നേരിടുന്ന രീതിയിലുള്ള സാങ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഭാവിയിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ശ്രദ്ധ ചൈനയ്ക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ റഷ്യ നേരിടുന്ന ഈ ഒരു ഭീഷണി ചൈനയും നേരിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു തന്നെയാണ് ചൈനയും ഈ ഒരു എന്താ പറയുന്നത് പ്രവണത തുടരുന്നത്. അതുപോലെ തന്നെ
ഈ ഡോളർ ബേസ്ഡ് ഗ്ലോബൽ ട്രേഡിൽ ഡോളറാണല്ലോ ഇപ്പോഴും യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഗ്ലോബൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ട്രേഡും ഡോളറിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ കൂടുതൽ ആശ്രയിക്കാതെ മറ്റൊരു സാമ്പത്തിക ഇക്കണോമിക് ഫിനാൻഷ്യൽ സിസ്റ്റം ബദലായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ലക്ഷ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ കൂടുതൽ സ്വർണം വാങ്ങിച്ച് അവരുടെ റിസർവിലേക്ക് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും തന്നെ ഈ പറഞ്ഞ ഭീഷണികളിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്നതുകൊണ്ട് അവരുടെയും ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നത് തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഏകദേശം 879.98 ടൺ ഗോൾഡൻ റിസർവ് ഇന്ത്യൻ സെൻട്രൽ ബാങ്കിലുണ്ട്. അത് ബ്രിക്സിലെ മൂന്നാമത്തെ റിസർവാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ 879 എന്ന് പറയുമ്പം അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോംസിലെ ടെമ്പിൾസിലൊക്കെ തന്നെ വീടുകളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും ഒക്കെ തന്നെയുള്ള ഗോൾഡിൻ്റെ റിസർവ് അല്ലെങ്കിൽ ആ ഒരു കരുതൽ വളരെ കൂടുതലാണ്. ഏകദേശം നമ്മളൊരു ഒത്തിരി പുറമോട്ടല്ലാതെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതാണ്ട് 20,000 മുകളിൽ ടണ്ണിൻ്റെ ഗോൾഡിൻ്റെ ഒരു കരുതൽ ശേഖരം ഇന്ത്യൻ വീടുകളിലും ടെമ്പിൾസിലും എല്ലാം ഉണ്ടെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനേക്കാളിലും കൂടുതൽ ഇപ്പം എത്ര 879 അല്ലെങ്കിൽ 850 ടൺ എന്ന് പറയുമ്പോൾ 879 ടൺ ഇവിടെ കിടക്കുന്നു, 20,000 ടണ്ണിന് മേലുള്ള ഒരളവ് ഇവിടെ കിടക്കുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ അറിയാം, ഇന്ത്യൻ വീടുകളിലും അല്ലെങ്കിൽ ടെമ്പിൾസിലൊക്കെ അത് കൾച്ചറൽ ആയിട്ടുള്ളൊരു നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണത്. എന്നാൽ തന്നെയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒരു ഗോൾഡ് ശേഖരമുള്ളത് ഇന്ത്യയിലാണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയൊക്കെ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളെക്കാളും ഒത്തിരി പുറകിലാണെങ്കിൽ തന്നെയും അവരുടെയും സ്വർണ്ണ ശേഖരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസീലിന് 129, ഏകദേശം 130 ടണ്ണും സൗത്ത് ആഫ്രിക്ക ഏകദേശം 125 ടണ്ണോളം അവരുടെ റിസർവായിട്ട് ഇപ്പോൾ അവരുടെ കൈവശമുണ്ട്. ഇപ്പോൾ മറ്റ് മൂന്ന് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എന്നാൽ തന്നെ അവരും ഈ പറഞ്ഞ സ്വർണം അവരുടെ ശേഖരത്തിലേക്ക് കൂട്ടുന്ന ആ ഒരു പ്രവണതയിലാണ് ഇപ്പോൾ അവർ. കാരണം ഈ രണ്ട് രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പ്രതിസന്ധികൾ നേരിടുന്ന രാജ്യങ്ങളാണ്. നമുക്ക് ഈ അടുത്ത സമയത്തും ബ്രസീലും അമേരിക്കയും തമ്മിൽ ഇല്ലേ വളരെ വാക്പോരുണ്ടാവുകയൊക്കെ തന്നെ ചെയ്യുകയാണ്. പ്രസിഡന്റ് അല്ലേ, ബ്രസീലിൻ്റെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കേൾക്കാതെ ട്രംപിനെ പിന്നെ ഇല്ലേ നിഷേധിക്കുകയൊക്കെ ചെയ്തൊരു കാഴ്ച നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ടാരിഫും അല്ലെങ്കിൽ സാങ്ഷനും ഒക്കെ നേരിടുന്ന അമേരിക്കയുടെ ടാർഗറ്റായിട്ടുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കും ഈ പറഞ്ഞ സ്വർണ്ണശേഖരം കൂട്ടുക എന്നുള്ളത് അവരുടെ ഒരു നയമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഗോൾഡിൻ്റെ ഒരു മേജർ പ്രൊഡ്യൂസർ കൂടാണ് തീർച്ചയായിട്ടും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ മൈനിങ് സ്കില്ലും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ തന്നെ ഭാവിയിൽ നമ്മളുടെ ഈ ബ്രിക്സിനൊരു മുതൽക്കൂട്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ബ്രിക്സിനൊരു ഗോൾഡ് കറൻസിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ വേൾഡ് ബാങ്ക്, IMF, അവരുടെ സ്വിഫ്റ്റ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതുപോലുള്ള വെസ്റ്റേൺ കൺട്രോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ബദലായിട്ട് ബ്രിക്സിൻ്റെ ഫൈനാൻഷ്യൽ സിസ്റ്റംസും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ അങ്ങനെ ഫോർമലായിട്ടുള്ള ബ്രിക്സിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ കറൻസി ആയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ നറേറ്റീവ് ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറൻസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡ് ബാക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അസറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ ആയിരിക്കും. അത് ഫിസിക്കൽ അസറ്റ്സിനെയൊക്കെ ബേസ് ചെയ്ത്, ഒന്നെങ്കിൽ ഓയിലിനെ അല്ലെങ്കിൽ അതുപോലുള്ള ആ ഫിസിക്കൽ അസറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഗോൾഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ ഒരുപക്ഷെ ബ്രിക്സിൻ്റെ കൂടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കാം, അവരുടെ കളക്റ്റീവായിട്ടുള്ളൊരു പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ രാജ്യങ്ങൾ കൂടുതൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത്. അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള രാജ്യത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അതിനപ്പുറം ബ്രിക്സിനകത്തിൽ അവർക്ക് ഒരു പക്ഷേ ഈ ഒരു പോളിസി ഉണ്ടാകാം. ആ പോളിസി ഭാവിയിലേക്ക് ബ്രിക്സിൻ്റെ കറൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ
അതിനെ ബാക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഗോൾഡിൻ്റെ നല്ല കരുതൽ ശേഖരം ഉണ്ടായാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു അഗ്രസീവായിട്ടുള്ള ഈ ഒരു പർച്ചേസ് ഗോൾഡ് റിസർവിൻ്റെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ റിപ്പോർട്ടുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും വളരെ കുറച്ച് കാലമായിട്ട് ഈ ഗോൾഡ് വാങ്ങിക്കുന്നതിൽ വളരെ എന്താണ് പറയുന്നത് ഒരു അഗ്രസീവായിട്ടുള്ള പുഷ് നടത്തുന്നതിനകത്തുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ അസറ്റൊക്കെ തന്നെ ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഗോൾഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബയലാറ്ററൽ ട്രേഡൊക്കെ തന്നെ സെറ്റിൽ ചെയ്യുന്നത്. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ട്രേഡ് സാങ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് റഷ്യക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ അവർക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ചൈനയുടെ മുകളിലും ഒക്കെ തന്നെയുള്ള സാങ്ഷൻസ്, ഇന്ത്യയുടെ മുകളിലും ഇപ്പോൾ വന്നിട്ടുള്ള ടാരിഫ്, ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള സാങ്ഷൻസ് ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ ആയാലും ചൈന റഷ്യ ആയാലും ഒക്കെ തന്നെ അവർ ബയലാറ്ററൽ ട്രേഡ് ഉഭയകക്ഷി വ്യാപാരങ്ങൾ നടത്തുന്നത് അവരുടെ ലോക്കൽ കറൻസിയിലോ അല്ലെങ്കിൽ ഗോൾഡിനെയൊക്കെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഗോൾഡിൻ്റെ റിസർവ് നല്ല അളവിൽ അവർക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും വെസ്റ്റേൺ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മറികടന്ന് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് ട്രേഡുകൾ നടത്തുകയും ട്രേഡ് സെറ്റിൽമെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയൊക്കെ തന്നെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗോൾഡ് എന്ന് പറയുന്ന ഈ അസറ്റിനെ ഈ കൂടുതൽ അവർക്ക് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഫിനാൻഷ്യൽ ഇക്കണോമിക് സെക്യൂരിറ്റിയുടെയും കൂടി ഒരു വിഷയമാണ്. ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ സാമ്പത്തിക യുദ്ധങ്ങൾ നേരിടുവാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാകണം. ഈ ബേസ് നമുക്ക് ഗോൾഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രിക്സ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഈ മൂന്ന് രാജ്യങ്ങളുടെ കൈവശമുള്ള ഗോൾഡ് റിസർവിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ. അപ്പോൾ മറ്റൊരു ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.